തൃശൂർ നാട്ടികയിൽ നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി ഉറങ്ങിക്കിടന്ന നാടോടി കുടുംബത്തിന് ദാരുണാന്ത്യം. 2 കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലോറി ഓടിച്ചിരുന്നത് ക്ലീനറാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലായിട്ടുണ്ട്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വാഹനം ഓടിച്ചയാൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു. അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും അടിയന്തര ധനസഹായം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. അപകടത്തിന് കാരണമായ ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും അറിയിച്ചു. അപകടത്തിന് കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ. 5 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള 6 പേരിൽ 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട് എന്നാണിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഫോളും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജിലാണെന്നുള്ളത് കൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സകൾ ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മരണപ്പെട്ടവരെ അവരുടെ വസതികളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ചികിത്സ തുടരാനുമുള്ള എല്ലാ പ്രവർത്തനവും കോർഡിനേറ്റ് ചെയ്യാൻ തൃശ്ശൂർ ജില്ലാ കളക്ടറെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് സൈഡിൽ ഉറങ്ങിക്കിടന്ന 5 പേരുടെ പുറത്ത് വാഹനം കയറുകയും 5 പേര് മരിക്കുകയും ബാക്കി 3 പേര് നില ഗുരുതരമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു. 2 പേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ്. 2 പേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു. ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് ക്ലീനർ വണ്ടി ഓടിച്ചു. ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഈ മദ്യപിച്ചിരിക്കുന്ന 2 പേർക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. ആദ്യഘട്ടമായിട്ട് അവരുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ് ഇത്. ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത്. അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ, ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറി ഇറങ്ങിപ്പോയിരിക്കുന്നത്. ജേസൺ ചാമോളപ്പിലും സുരേഷായിലൂരുമുണ്ട് വിവരങ്ങളുമായി. ആദ്യം ജേസണിലേക്ക്. ജേസൺ, ദാരുണമായ സംഭവമാണ്. ഉറങ്ങിക്കിടന്നവരുടെ നേർക്കാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. 2 കുഞ്ഞുങ്ങളടക്കം 5 പേർ മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ നില ഗുരുതരമാണ് താനും. ഈ ഡ്രൈവറും ക്ലീനറും ഉടൻ തന്നെ പിടിയിലായോ? ഇവർ പിടിയിലായ ശേഷം മദ്യലഹരിയിലായതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത്. എന്താണിപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? ഇത് റോഡ് സൈഡിലാണോ? എവിടെയാണ് ഇവർ കിടന്നുറങ്ങിയിരുന്നത്? സ്മൃതി, ഇന്ന് പുലർച്ചെ 3:45-നും 4-നും ഇടയിലായിരുന്നു സംഭവം. ദേശീയപാതയായ നാട്ടിക, അതായത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങൾ ഡൈവേർഷൻ മാറ്റിവിടുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിൽ പ്രധാനമായ ദേശീയപാതയുടെ അരികിൽ റോഡ് നിർമ്മാണം പകുതി പൂർത്തിയായിട്ടുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്ത് വലിയ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്താണ് ഇവർ ഈ നാടോടികൾ കിടന്നുറങ്ങിയിരുന്നത്. ഗോവിന്ദാപുരം സ്വദേശികളാണ്. ഈ നാടോടികൾ ഉറങ്ങുന്നതിനിടയിലാണ് ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഈ ലോറി, മരം കയറ്റിയ ലോറി, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്, പെരുമ്പാവൂരിലേക്ക് പോകുന്ന ലോറിയാണ്. മരം പൂർണ്ണമായും നിറച്ച ലോറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിച്ച് കയറുകയായിരുന്നു. ഈ കിടന്നുറങ്ങുന്നവരുടെ ദേഹത്തോടുകൂടി അരഞ്ഞുപോയ സ്ഥിതിയായിരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതിനുശേഷം ഈ ലോറി നിർത്താതെ മുന്നോട്ട് പോയി. പിന്നീട് ആളുകളെല്ലാം കല്ലെറിഞ്ഞുമൊക്കെയാണ് ലോറി നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവത്തിൽ ലോറി ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനർ ജോസ് അലക്സ് എന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. മദ്യലഹരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മരിച്ചവർ ഗോവിന്ദാപുരം സ്വദേശികളായ കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗാരി, വിശ്വ എന്ന 1 വയസ്സുള്ള കുട്ടി വരെ മരിച്ചിട്ടുണ്ട്. ഏകദേശം 12ഓളം പേർ ഒരുമിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അവർ കുറേ കാലങ്ങളായി, കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നാടോടി സംഘത്തിലെ 12 പേർ കിടന്നുറങ്ങുന്നതിനിടയിലേക്കാണ് ഈ ലോറി ഇരച്ചു കയറുകയും പിന്നീട് ഇവരുടെ ദേഹത്തോടെ കയറിറങ്ങുകയൊക്കെ ചെയ്തത്. അതിദാരുണമായ ഒരു സംഭവമായിരുന്നു പുലർച്ചെ ഉണ്ടായത്. സ്മൃതി, ശരി. ഞാൻ